പ്രീസ് ലോഡ് ദൈവമക്കളെ, നെവർ ഗീവ് അപ്പ്. ദൈവം നമ്മളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം തന്നെ നിറവേറും. എല്ലാവരും പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളൊക്കെയും ഒവ് എന്നാകുന്നു. ഒരു ദൈവ പൈതലിനെ ദൈവം കാണുന്നുവെങ്കിൽ, പിതാവ് അവനെ അറിയുന്നുവെങ്കിൽ, ഞാൻ തിരഞ്ഞെടുത്തതിനെ ഞാൻ അറിയുന്നു എന്ന് കർത്താവ് പറയുന്നുവെങ്കിൽ, ആ സ്നേഹം അപ്രമേയമാണ്. നിങ്ങൾ ചോസനാണ്. നിങ്ങൾ കോയിൻസിഡൻ്റ് ആയിട്ടുള്ള ഈ വീഡിയോ കേൾക്കുന്നത്, ഇത് നിങ്ങളോടുള്ള വാഗ്ദത്വത്തിൻ്റെ സമയമാണ്. ഹല്ലേലൂയ. ദൈവം എന്താണോ പ്രോമിസ് ചെയ്തത് അതിനെ നിറവേറ്റുന്ന ദൈവമാണ്. കാരണം താമസമില്ല ഇനി. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ രാത്രിയിലുണ്ടായി, ഞാൻ എപ്പോഴും മറ്റൊരു സ്ഥലത്തായിരിക്കുന്നു ദൈവപ്രവർത്തിക്കായി. അവിടെ ആയിരിക്കുമുണ്ടായ എൻകൗണ്ടറിനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിച്ചു, വിഷനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് പറയട്ടെ, ഗോഡ് പ്രോമിസസ് മേ ഡിലേ. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് താമസമുണ്ട്, പക്ഷേ ഇറ്റ് നെവർ ഫെയിൽ. അതൊരിക്കലും ലേറ്റ് ആവുകയില്ല, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോവുകയുമില്ല. ആദ്യം തന്നെ പറഞ്ഞാട്ടെ, എന്താണോ ദൈവം പറഞ്ഞത്, ദൈവം തുടങ്ങി വെച്ചത്, അത് ദൈവം പൂർത്തിയാക്കും. ഹല്ലേലൂയ. നീ അല്പത്തിൽ വിശ്വസ്തതയുണ്ട്, അധികത്തിൽ നിന്നെ വിചാരകയാക്കും. ഹല്ലേലൂയ. നീ ഒരു കോയിൻസിഡൻ്റായിട്ട് വന്നതെന്ന് വിചാരിക്കേണ്ട. യു ആർ എ പാർട്ട് ഓഫ് എ പ്രോമിസ്. നീ ഒരു പ്രോമിസിൻ്റെ ഭാഗമാണ്. നീ ഒരു യാദൃശ്ചികമല്ല മക്കളെ, നീ ഒരു വാഗ്ദത്തത്തിൻ്റെ ഭാഗമാണ്. ആ വാഗ്ദത്തത്തിൻ്റെ ഭാഗമാകുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഈ ജേർണി അത്ര ചെറുതൊന്നുമല്ല. ഇറ്റ്സ് എ ബിഗ് ജേർണി. നമുക്ക് എല്ലാവർക്കും ജേർണി വലുതാണ്. പക്ഷേ നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് കാല് വയ്ക്കുന്നത്, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം 17 വർഷമായി, 17 ഇയേഴ്സ്, 17ാമത്തെ വർഷത്തിൽ ദൈവം എന്നെ ആ സ്നേഹക്കുടിയൻ്റെ അടുക്കിലേക്ക് വരുന്നു. അതെൻ്റെ ജീവിതത്തിലേക്ക് നിറവേറുന്നത് പിന്നീടാണ്. 17 വർഷങ്ങൾ കഴിഞ്ഞാണ്. പിന്നീട് 17 വർഷം ഞാൻ പിന്മാറ്റത്തിലേക്ക് പോകുന്നു. ഹല്ലേലൂയ. അങ്ങനെ 17 വർഷം ദൈവത്തിൻ്റെ എൻകൗണ്ടറിന് വേണ്ടി ദൈവം വെയിറ്റ് ചെയ്തു എനിക്ക് വേണ്ടി. പിന്നീട് 17 വർഷം ദൈവത്തെ മറന്നു നടന്നു. 17 വർഷമായി ദൈവത്തിനെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ അവൻ്റെ പുറകെ പോകുന്നു. എൻ്റെ 17 ഇയേഴ്സിൻ്റെ ജേർണി ഒന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോഴേ ഇവിടെ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം. കുറേ ദിവസങ്ങളായി നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ തുടങ്ങിയിട്ട്, പക്ഷേ 21-ാമത്തെ അധ്യായം ഒരാഴ്ചയായിട്ട് അത് നമുക്ക് എടുക്കാൻ ദൈവം അനുവദിച്ചില്ല. അതിൻ്റെ ഇടയിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവം ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്ന് ഈ മസ്കറ്റിൻ്റെ ഈ സോഹാറിലെ ഈ ദേശത്തിരുന്നു കൊണ്ടാണ് ഈ ഒരു സന്ദേശം ഇന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ പുറകിലുള്ള ദൈവിക ഉദ്ദേശത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്ന് ആയിരിക്കുന്നത് ഒരു ദേശത്ത് ഇവിടെ ആയിരിക്കുമ്പോൾ യാദൃശ്ചികമായി വന്നതല്ലെന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും. ആദ്യം ഇന്നലെ നടന്ന എൻകൗണ്ടറിനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസത്തിലും ഇവിടെ നമുക്കെല്ലാം അറിയാം, നമ്മൾ ഒരു ഹോട്ടലിൽ റൂം എടുത്തു കഴിഞ്ഞാൽ 2 റൂം ഉണ്ടായിരിക്കും, മക്കൾ വലുതായതുകൊണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് എടുത്താൽ മതി. ഞാനും ചെറിയ മോനും ഇവിടെയും, ഹസ്ബൻഡും വലിയ മോനും അപ്പുറത്തെ റൂമിലുമാണ്. രാത്രിയിൽ ഒരു 10:45 11 അടുത്തപ്പോഴാണ് കിടന്നത്. ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി. ഒരു 12:30 ഞാൻ പിന്നീട് സമയം നോക്കുമ്പോൾ 12:39 ആയി. അപ്പോൾ ഇത് അതിനു മുമ്പ് നടന്നൊരു സംഭവമാണ്. ഞാൻ ഉറക്കത്തിൽ അതിനെ വളരെ വ്യക്തമായിട്ട് ആ ദർശനം പറയുന്നതിന് മുമ്പ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, എന്നെ കർത്താവ് പഠിപ്പിച്ചത്, ഇന്നത്തെ ഈ ഒരു നിമിഷത്തിൽ പിശാചിന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അപ്പം ഒന്നിലും അവൻ എന്നെ വശീകരിക്കാൻ പറ്റുന്നില്ല. അവൻ സ്വപ്നത്തിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷേ എൻ്റെ സോളിനെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്, ഈ 17 വർഷത്തെ ജേർണിയിൽ അൺകോൺഷ്യസ് മൈൻഡിലേക്കൊരു സംഭവം പോകാൻ അനുവദിക്കില്ല. റിജക്റ്റ് ഇൻ ജീസസ് നെയിം എന്നാണ്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് റിസൾട്ടാണ് ഇന്ന് കണ്ടത്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇമ്മീഡിയറ്റ്ലി ഞാൻ ആ ഒരു സ്വപ്നത്തെ, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ റിജക്റ്റ് ചെയ്തു ഞാൻ. പിന്നീട് എനിക്കത് ഓർമ്മയില്ല. അന്നേരം എനിക്ക് ചെറുതായിട്ട് ഓർമ്മയുണ്ട്, പക്ഷേ ആ വിഷയം എന്താണെന്ന് അത് ഒരു ജസ്റ്റ് ബ്ലറായിട്ട് ഞാൻ ഓർക്കുന്നുള്ളൂ. നമ്മുടെ തന്നെ റിലേഷനിലുള്ള 3-4 പേരിങ്ങനെയാണ്. അതിലൊരാൾ ഒരു ഈവിലായിട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഞാൻ കരയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റും. നിലവിളിച്ചോടുകയാണ്. എന്നിട്ട്
പെട്ടെന്ന് എൻ്റെ ആത്മാവ് പറയണം ഉണരണം എന്നുള്ളത് ഒരു അവേക്കനിങ് വന്നുകൊണ്ട് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാതെ വന്നപ്പോൾ ഞാൻ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഉണരുമ്പോൾ പെട്ടെന്ന് പുതിയൊരു സ്ഥലമാണ്, എവിടെയാണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാമല്ലോ പെട്ടെന്ന് ഉണരുമ്പോൾ. പിന്നെ എൻ്റെ ഷോൾഡറിൻ്റെ അടുത്തായിട്ട് എന്തോ ഒരു പൂച്ചക്കുഞ്ഞോ പട്ടിക്കുഞ്ഞോ അല്ലെങ്കിൽ എന്തൊരു ജീവി അനങ്ങുന്നത് പോലൊരു ഫീലിംഗ് ആണ്. അത് ലിറ്ററലി ഇങ്ങനെ അനങ്ങുവാണ്. അത് എന്തോ ഒരു പെട്ടെന്ന് ഞാൻ ദൈവമേ ഇതെന്താണ് സാധനം, മോൻ ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്, എന്താണെന്നറിയില്ല. എന്തായാലും സാധാരണ പേടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ. പക്ഷെ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോഴും എൻ്റെ പില്ലോയാണ്. എങ്ങനെയൊക്കെയാണ് അത് നമ്മളെ ആ പില്ലോയുടെ കോർണറാണ്, എങ്ങനെയാണ് അതൊക്കെ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. സ്തോത്രം. ഇത് ജേർണി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഞാൻ ആ ഒരു സ്വപ്നത്തെ പറഞ്ഞ് നമ്മളെ വീണ്ടും പേടിപ്പിക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. അവൻ ഒരു വഴിയായി വരും, 7 വഴിയായി ചിതറിപ്പോകും. ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് ഒരു അസൈൻമെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ തരുമ്പോൾ ആ ഓപ്പറേഷന് വേണ്ടി നാളുകളായി നമ്മളെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കും. ആ ഒരുക്കലിൻ്റെ സമയത്ത് ദൈവം ആ ഒരുക്കുന്ന വ്യക്തിയിലൂടെ, ആ ചോസനിലൂടെ ആഗ്രഹിക്കുന്നത് ഇറ്റ് റിക്വയർഡ് ഫെയ്ത്ത് ആൻഡ് വെയിറ്റിംഗ്. വിശ്വാസവും കാത്തിരിപ്പുമാണ് ഒരു ചോസൻ്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ദൈവസഭകൾ ആഗ്രഹിക്കാത്തതും അതുതന്നെയാണ്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞാട്ടെ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇതുതന്നെയാണ് ഇന്ന് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിലൂടെ നമ്മൾ നോക്കുന്നത്. ഗോഡ് പ്രോമിസ്ഡ് എബ്രഹാം. അപ്പം നമുക്ക് ആവശ്യം എന്താണ്? വിശ്വാസവും കാത്തിരിപ്പുമാണ് ഒരു ചോസനായി കഴിഞ്ഞാൽ ആവശ്യമുള്ളത്. ഓരോ സിറ്റുവേഷനിലും നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തുമായിക്കോട്ടെ നിങ്ങളുടെ പ്രശ്നം, മറ്റുള്ളവരാൽ ഏൽക്കുന്ന മുറിവുകൾ, നമ്മുടെ സഹോദരങ്ങളിലൂടെ, കൂട്ടു സഹോദരങ്ങളിലൂടെ, അല്ലെങ്കിൽ ഹെൽത്ത് വൈസ്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചിന്തകൾ വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുക, സ്വപ്നങ്ങളിലൂടെ ഡിസ്റ്റർബ് ചെയ്യുക, എന്തുമായിക്കോട്ടെ വിശ്വാസം എന്ന പരിചയം എടുക്കുവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ വിശ്വാസം എന്ന പരിചയം എടുക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം, അവനെക്കുറിച്ചുള്ള ആ ജ്ഞാനം നമ്മളിലേക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പരിജ്ഞാനം നമ്മളിലേക്ക് നിറയും. ഹല്ലേലൂയ. അപ്പോൾ വെയിറ്റിംഗ് ആണ് നമ്മൾ. ഐസയ ചാപ്റ്റർ 40:31 പറഞ്ഞു, ദോസ് ഹു വെയിറ്റ് അപ്പോൺ ഗോഡ് ഷൽ റിന്യൂ ദ സ്ട്രെങ്ത്. ഹല്ലേലൂയ. അവർ തളർന്നു പോവുകയില്ല, അവർ ക്ഷീണിക്കുകയില്ല. നമുക്കറിയാം. അപ്പോൾ ഇതാണ് ഇന്ന് ദൈവാത്മാവ് നമ്മളോട് പറയാൻ ആഗ്രഹിച്ചത്. ശേഷം ഞാൻ ടൈം നോക്കി 12:39 പിന്നെ കുറേ നേരം ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നു. കുറച്ച് വാഷ്റൂമിലൊക്കെ പോകുമ്പോൾ ഭയങ്കര, അത് കഴിഞ്ഞതിന് ശേഷം ദൈവ സാന്നിധ്യത്തിൽ ഞാൻ നിറഞ്ഞ് ഒരു ഗ്ലോറിയസ് അറ്റ്മോസ്ഫിയറിൽ എന്നെ പൊതിഞ്ഞ് ഞാൻ കിടന്നുറങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ ഏർലി മോർണിംഗിലാണ് എഴുന്നേൽക്കുന്നത്. ഏർലി മോർണിംഗിൽ പ്രാർത്ഥിക്കാനിരുന്നു. വലിയ അറ്റ്മോസ്ഫിയർ, എന്താ പറയുക, ഒരു വചനം അല്ലെങ്കിൽ ഇന്ന് പോകുന്ന കാര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ നീ എന്നോട് സംസാരിക്കണമേ, കാരണം പഴയതല്ല എനിക്ക് വേണ്ടത്, എനിക്ക് എന്നും ഫ്രഷ് മഞ്ഞയാണ് വേണ്ടത് കർത്താവ്ച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറേ സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. അവന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. സോങ് ഓഫ് സോങ്സ് 5 പറയുന്നില്ല, ആ ഗാർഡനിലേക്ക് അവൻ വരും, ആ തോട്ടത്തിലേക്ക് അവന് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ. അവൻ വരും നിശ്ചയമേ. അവൻ വരുമ്പോൾ നമ്മളിൽ ആനന്ദിക്കണം, അല്ലെങ്കിൽ നമ്മൾ ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത്. നമ്മളിൽ പലരും വിശ്വാസവുമുണ്ട്, കാത്തിരിപ്പുമുണ്ട്, പക്ഷേ നമ്മൾ പെറുപെറുപ്പാണ്, ദുഃഖത്തിലിരിക്കുകയാണ്. അവൻ്റെ പ്രസൻസ് നമ്മൾ റിജോയ്സ് ചെയ്യണം. ഐ വാസ് വെയിറ്റിംഗ് അപ്പോൺ ഗാഡ്. മുട്ടിലിരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. പിന്നെ എഴുന്നേറ്റിരുന്ന് ബെഡിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ഒരു ദർശനത്തിലേക്ക്, ഒരു എൻകൗണ്ടറിലേക്ക് പോകാനിടയായി. ഇങ്ങനെയായിരുന്നു പിതാവാം ദൈവം. ഇപ്പം പഴയ നിയമത്തിൽ അബ്രഹാം ദൈവത്തെ കണ്ടു എന്നാണ്. പക്ഷെ ദൈവത്തെ ആരും ഒരിക്കലും കാണാൻ പറ്റുകയുമില്ല. പക്ഷെ നമുക്ക് കാണാമെന്ന രീതിയിൽ ഒരു വിഷ്വലൈസ് ആണ് എനിക്ക് ദൈവം തന്നത്. പിതാവ് എന്തോ വലിയ അധികാരത്തിലിരിക്കുന്നു. ഒരു എന്താ പറയുക, സൈഡുകൾ എല്ലാം ബ്ലറാണ്. ജസ്റ്റ് ആ ഇമേജും ആ എഴുതുന്നു ഒരു പേപ്പറിലേക്ക്. പേപ്പറൊക്കെ കംപ്ലീറ്റ് പേപ്പറായിട്ടല്ല, എന്തിലോ ഒന്ന് എഴുതുന്നു എന്നിട്ട് കൈവച്ചിങ്ങനെ ഗോ എന്നുള്ള രീതിയിൽ എന്നോട് പറയുന്നു. ഹല്ലേലൂയ. കാരണം എപ്പോഴും നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ കൂട്ടുകാരൻ, നമ്മുടെ കൂടെ ചില സപ്പോർട്ട് ചെയ്യുന്ന ദൈവമക്കളുണ്ട്. അവരല്ലാതെ മറ്റാരുടെയും എന്താ പറയുക, എല്ലാവരും നമ്മളെ നീ ഭയങ്കര ദൈവമായെന്ന് പറയുന്ന കുറ്റപ്പറയും. പിന്നെ നമ്മൾ ഈ സ്പിരിച്വൽ ഈ
ഒരു അധികാരത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാനൊക്കെയുള്ള ഓർഡിനേഷൻ അല്ലെങ്കിൽ എംപവറിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഒത്തിരി ദൈവത്തിൻ്റെ ക്ലാരിറ്റി എപ്പോഴും നമുക്ക് ആവശ്യമാണ്, കൺഫർമേഷൻ എപ്പോഴും ആവശ്യമാണ്. ഈച്ച് മൂമെൻറ്റിൽ നമുക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. അത് നമ്മൾ സീക്ക് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും, നമ്മൾ ആഗ്രഹിക്കുന്നതിനനുസരിച്ചിരിക്കും, നമ്മൾ കാത്തിരിക്കുന്നതനുസരിച്ചിരിക്കും. ഈ മാൻ നീർത്തോടിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെയാണ് ഞാൻ. ഹല്ലേലൂയ. അതിന് ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ നേരം പ്രാർത്ഥിച്ചു. പിന്നെ വചനം വായിക്കുമ്പോൾ യിരെമ്യാവിൻ്റെ പുസ്തകം 15-ാം അധ്യായമാണ് തന്നത്. ഹല്ലേലൂയ. നീ ഉത്തമമായത് പ്രസ്താവിച്ചാൽ ഞാൻ നിന്നോട് കൂടെയിരിക്കും. കാരണം നിൻ്റെ ഇഷ്ടത്തിനോ നിൻ്റെ ആഗ്രഹത്തിനോ അല്ലെങ്കിൽ കരയുന്ന ചില കൺസോളിങ്ങിലേക്കോ അല്ലെങ്കിൽ ജഡത്തിലുള്ള ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ പ്രാർത്ഥനയോ ഒന്നും അല്ലാതെ യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ ദൗത്യം ഏറ്റെടുക്കാൻ. കാരണം അബ്രഹാമിലൂടെ തുടങ്ങി ഇസഹാക്കിലൂടെ നമ്മുടെ മത്തായി സുവിശേഷം 1 പറയുന്നു, വാഗ്ദത്തം നിറവേറിയ യേശു കർത്താവിലൂടെ അതിലൂടെ നമ്മളും അതിലേക്ക് കയറി വന്നുവെങ്കിൽ ഇതിനെക്കുറിച്ച്, ഈ സത്യത്തെക്കുറിച്ച് നീ പറയുകയും അവരെ ഒരുക്കുകയും അതിൽ നമ്മളും ഒരു ഭാഗമായിരിക്കുന്നു ആ ദൈവേഷ്ടത്തിന്, നിങ്ങളും അതിലൊരു ഭാഗമാകുന്നു എന്ന് അവരെ അറിയിക്കുകയും അവരെ ഉണർത്തുകയും ആ ദൗത്യത്തിലേക്ക്, അവരെ ക്ലാരിറ്റിയിലേക്ക് പിന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയിക്കോളും. നമ്മളല്ല വളർത്തുന്നത്, നമ്മളോട് പറഞ്ഞത് മാത്രം ചെയ്താൽ മതി, ബാക്കി കർത്താവ് ചെയ്തോളും. ഹല്ലേലൂയ. ഫുൾഫിൽമെൻറ്റ് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. പ്രിയ ദൈവപൈതലേ, നെവർ ഗീവ് അപ്പ്. ഗാഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം വേഗത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. സാറായെ സന്ദർശിച്ചു യഹോവ. അരുളി ചെയ്തതുപോലെ സാറായെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറായ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ലോർഡ്. ദർശനത്തിനൊരു അവധിയുണ്ട്. ഹബക്കൂക്ക് 2 പറയുന്നു, ദർശനത്തിനൊരു അവധിയുണ്ട്, അത് സമാപ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, അത് വരും നിശ്ചയമേ. കാത്തിരിക്കുന്ന ദൈവപൈതലിനോട് പറയാണ്, കാത്തിരുന്നതിനെ അബ്രഹാമിന് കൊടുക്കുകയാണ്. അബ്രഹാം വിശ്വാസത്തിൽ തളർന്നു പോയില്ല. റോമാലേഖനം 4 നമ്മൾ കാണുന്നുണ്ട്, വിശ്വാസത്തിൽ അബ്രഹാം തളർന്നില്ല. ഹി വാസ് വെയിറ്റിംഗ് അപ്പോൺ ഗാഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഒവ്വ് എന്നാണ്. 1-2 വാക്യങ്ങളിലൂടെ നമ്മൾ കാണുന്നു, സാറ അബ്രഹാമിന് പ്രസവിച്ച മകന് അവൻ ഇസഹാക്ക് എന്ന് പേരിട്ടു. ഇസഹാക്ക് എന്നതിൻ്റെ അർത്ഥം ചിരി എന്നാണ്. മീൻസ് സംശയത്തിൽ നിന്നും സന്തോഷത്തിലേക്ക്. ഹല്ലേലൂയ. കാരണം ഇമ്പോസിബിളായിരുന്നൊരു കാര്യമാണ് പോസിബിളായത് അവിടെ. താങ്ക് യു ജീസസ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയൊക്കെ നടക്കുമ്പോഴും മറ്റുള്ളവർക്ക് ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടി ഇത് ആശ്ചര്യമായിരിക്കുന്നു. ദൈവം പലതും ചെയ്യുന്നത് ആശ്ചര്യമായിട്ട് മനുഷ്യന് തോന്നും. കാരണം ജഡത്തിലാണ് മനുഷ്യൻ നമ്മെ വിധിക്കുന്നത്. ആത്മാവിൽ നടക്കുന്നവർ ആത്മീയമായി വിവേചിക്കും. ഹല്ലേലൂയ. സകലതും ഇന്ന് നിങ്ങൾക്ക് ആത്മീയമായി വിവേചിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നെങ്കിൽ 2 പേര് സംസാരിച്ചാൽ നെഗറ്റീവ് പറയാൻ എളുപ്പമാണ്. എന്നാൽ ആത്മാവിൽ അതൊന്ന്, കാരണം നമ്മൾ ഇഷ്ടംപോലെ ഡ്യൂപ്ലിക്കേറ്റിനെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ചിലർ നമ്മളെ കണ്ടിന്യൂസ്ലി നമ്മളെ ട്രൈ ചെയ്യും ഒന്ന് വീഴ്ത്താൻ വേണ്ടി. മിണ്ടാതിരിക്കുക. ദൈവം അവിടെ നിനക്ക് പ്രൊട്ടക്റ്റ് ചെയ്യും, കൺട്രോൾ ചെയ്യും. നിന്റെ ഹൃദയത്തെ ദൈവം അറിയുന്നു. നെവർ ഗിവ് അപ്പ്. 21-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ നോക്കുന്നത്, മിസ്രൈം ദാസിയ ഹാഗർ അബ്രഹാമിന് പ്രസവിച്ച മകൻ പരിഹാസി എന്ന് സാറ കണ്ട അബ്രഹാമിനോട്, ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളയുക, ഈ ദാസിയുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോടുകൂടെ അവകാശിയാകരുതെന്ന് പറഞ്ഞു. തൻ്റെ മകൻ നിമിത്തം ഈ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. എന്നാൽ ദൈവം അബ്രഹാമിനോട്, ബാലൻ്റെ നിമിത്തവും ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറ നിന്നോട് പറഞ്ഞതിലൊക്കെയും അവളുടെ വാക്ക് കേൾക്ക. ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. ദാസിയുടെ മകനെയും ഞാനൊരു ജാതിയാക്കും, അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ്. കാരണം നമ്മൾ നോക്കുക, ഹാഗർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഹാഗർ ഒരു ദാസിയായിരുന്നു, ഈജിപ്ഷ്യൻ. പക്ഷേ അവരുടെ ആവശ്യത്തിന് വേണ്ടി അവളവിടെ പ്രയോജനപ്പെടുകയാണ്. പക്ഷെ പിന്നീട് അവളൊരു നിന്ദാപാത്രമാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോൺസിക്വൻസുകൾ, 2 പേരുടെയും കയ്യിൽ തെറ്റുണ്ട്. അപ്പോൾ ഇതെല്ലാം ജലസി, ഈഗോ എല്ലാം മനുഷ്യൻ്റെ ഇടയിലുള്ളതാണ്. പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനൊരു മാറ്റമില്ല. എത്ര നമ്മൾ കണ്ണുനീര് പൊഴിച്ചാലും വാഗ്ദത്തത്തിൽ വരാതെ ആ കവനൻ്റ് പൂർത്തിയാകത്തില്ല. പുറത്തുനിന്ന് നമ്മൾ എത്ര ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ പാരമ്പര്യക്കാരെന്ന് പറഞ്ഞാലും വാഗ്ദത്തത്തിൻ്റെ അകത്തോട്ട് കിടക്കാൻ പറ്റത്തില്ല. ഈ ഭൂമിയിൽ തന്നെയാണ് ഇഷ്മായേലും ഇസഹാക്കും ജീവിച്ചത്. പക്ഷെ വാഗ്ദത്ത സന്തതി ഇസഹാക്കാണ്.
അബ്രഹാമിലൂടെ തന്നെയാണ് 2 മക്കളും ജനിച്ചത്. ഒരു ഭവനത്തിൽ 10 മക്കളുണ്ടെങ്കിലും നീ വീണ്ടും ജനിച്ചില്ല, ക്രിസ്തുവിലൂടെ ജലസ്നാനത്തിലൂടെയും വചനത്തിലൂടെയും വീണ്ടും ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. 17 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. പിന്നെ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് 14 വാക്യം അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിൻ്റെ തോളിൽ വെച്ചു, കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി ബേർശെബ മരുഭൂമിയിൽ ഉഴന്നു നടന്നു. തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുക്കാട്ടിൽ തണലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പിൻ പാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ഇവിടെ കുഞ്ഞും ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ഹാഗറും ഒരു തെറ്റ് ചെയ്തിട്ടില്ല. വെള്ളം തീർന്നുപോയി. അമ്മ കണ്ണുനീരോടെ കരയുകയാണ് ആ കുഞ്ഞിൻ്റെ ദാഹം കണ്ട്. പ്രിയ ദൈവപൈതലേ, ഇന്ന് നമ്മൾ നശിച്ചു പോകുന്ന ജനത്തെ ഓർത്ത്, ആത്മദാഹം ഇല്ലാത്തവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. അത് മരുഭൂമിയായിരിക്കും നിൻ്റെ ജീവിതം, പക്ഷെ നിൻ്റെ പ്രാർത്ഥനയ്ക്കും നിൻ്റെ ആത്മഭാരത്തിലുള്ള നിലവിളിക്കും മറുപടി ഉണ്ട്, നിശ്ചയമേ. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്തു നിന്ന് ഹാഗറിനെ വിളിച്ച അവളോട്, ഹാഗറെ നിനക്ക് എന്ത്, നീ ഭയപ്പെടേണ്ട, ദൈവം സാറയുടെ കൂടെയുണ്ട്. ആമേ, ദൈവം ഹാഗറിൻ്റെ കൂടെയുണ്ട്. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചുകൊള്ളുക, ഞാൻ അവനൊരു വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവളൊരു നീരുറവും കണ്ടു. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്ത സന്തതി അല്ലെങ്കിൽ പോലും എല്ലാവരെയും കരുതുന്നൊരു ദൈവമുണ്ട്. ഭൂമിയിലുള്ള സകല ജനത്തിന് തീൻ കൊടുക്കുന്നത്, ആഹാരം കൊടുക്കുന്നത് ദൈവം തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഹാഗറിൻ്റെ കണ്ണിനെ തുറന്നപ്പോൾ അവളൊരു നീരുറവ കാണുവാനിടയായി. ഇന്ന് പകൽക്കാലത്തിൽ നമ്മുടെ എല്ലാവരുടെയും ഉൾക്കണ്ണുകൾ തുറന്നിരിക്കട്ടെ. ഹല്ലേലൂയ. ദൈവിക ദർശനങ്ങളുള്ളവരാകട്ടെ. ഒരു എൻകൗണ്ടർ ഉണ്ടാവട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു മുതൽ. ഹല്ലേലൂയ. ആമേൻ. താഴോട്ട് പറയുന്ന 22 വാക്യത്തിൽ അബിമേലേക്കും അവൻ്റെ സേനാപതിയായ പീക്കോലും അബ്രഹാമിനോട് സംസാരിച്ചു. അമ്മ അതിൻ്റെ മുകളിൽ വായിക്കുമ്പോൾ 20 വാക്യം അവൻ മരുഭൂമിയിൽ പാർത്തു, മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. അവൻ്റെ അമ്മ മിസ്രൈം ദേശത്ത് നിന്ന് അവനെ ഒരു ഭാര്യയെ കൊടുത്തു. പിന്നീട് അബ്രഹാമിനെ കുറിച്ചാണ് ദൈവം അബ്രഹാമിനോട് പറയുന്നത്, നിൻ്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ട്. അബ്രഹാം വാഗ്ദത്ത പ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്. ഇനി അബ്രഹാമിനെ കുറിച്ചാണ്. ഹീസ് എ ചോസൻ, ഐസക് ഈസ് എ ചോസൻ. ഹല്ലേലൂയ. ഇനി നമ്മൾ നോക്കുന്നത് ഗലാത്യലേഖനം 4 അധ്യായത്തിൻ്റെ 22 അധ്യായം മുതൽ 22 വാക്യം മുതൽ 23 വാക്യം വരെയും നമ്മൾ കാണുന്നു. ഇശ്മായേൽ വാഗ്ദത്ത സന്തതിയല്ല, ഇസഹാക്കാണ് വാഗ്ദത്ത സന്തതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാൾ ദാസി പ്രസവിച്ചതാണ്. ദാസിയുടെ മകൻ ജഡപ്രകാരം, സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. 2 നിയമങ്ങളാണ് അവിടെ. സീനായി മലയിൽ അടിമകളെ പ്രസവിക്കുന്നു, അത് ഹാഗർ. ഹാഗർ എന്ന അറബി ദേശത്ത് സീനായി മലയെ കുറിക്കുന്നു. അത് ഇപ്പോഴത്തെ യെരുശലേമിനോടൊക്കുന്നു. അത് തൻ്റെ മക്കളോടുകൂടി അടിമയല്ലോ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത സന്തതി ഇസഹാക്ക് നമ്മളും ആ ഒരു പാറ്റേണിലേക്കാണ് കടന്നു വരുന്നത്, ഇസഹാക്കിൻ്റെ പാറ്റേണിലേക്ക്. അപ്പോൾ ജഡത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് ആത്മാവിൽ സംസാരിക്കുന്നുണ്ട്, ജഡത്തിൽ ജനിച്ചതുകൊണ്ട് ആത്മാവിൽ ജനിക്കുന്നതുകൊണ്ട്. സകല ജനവും ജഡത്തിലാണ് ജനിക്കുന്നത്. പക്ഷേ എപ്പോൾ അവർ തൻ്റെ സൃഷ്ടാവിനെ അറിയുന്നോ അപ്പോഴാണ് അവർ ആത്മാവിൽ ജനിച്ച് വാഗ്ദത്ത സന്തതികളായി മാറുന്നത്. ആ അധ്യായത്തിൽ തന്നെ 28-29 വാക്യങ്ങളിൽ പറയുന്നു, നാമോ സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും, ദൈവമക്കൾ ഓരോരുത്തരും ഇസഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. നമ്മൾ പറഞ്ഞാട്ടെ, നമ്മൾ ഓരോരുത്തരും വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാണ്. പറഞ്ഞാട്ടെ, എന്നാൽ അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. ഹല്ലേലൂയ. പക്ഷേ പറയാണ്, ദാസിയുടെ മകൻ ഇനി എത്ര ഉപദ്രവിച്ചെന്ന് പറഞ്ഞാലും സ്വതന്ത്രയുടെ മകനോട് കൂടി അവകാശിയാകയില്ല. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിൽ പരിച്ഛേദനയല്ല,
അഗ്രചർമ്മവുമല്ല, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. 6-ാം വാക്യം 5-ന്റെ. എത്ര പ്രാഗൽഭ്യത്തോടുകൂടിയാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ബോണ്ടേജിലല്ല. നമ്മൾ കുറേ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നു. ഇങ്ങനെ ചെയ്താലേ ദൈവം ഇഷ്ടപ്പെടത്തുള്ളൂ. അയ്യോ, തലയെ തൂഴിട്ടില്ല ദൈവം കേൾക്കത്തില്ല, സ്വർണ്ണമിട്ടാൽ ദൈവം കേൾക്കത്തില്ല, നീ വെള്ളയുടുപ്പിട്ടില്ലേ കേൾക്കത്തില്ല, മീശ പഠിച്ചില്ലെങ്കിൽ കേൾക്കത്തില്ല. കുറേ റിച്വൽസ് നമ്മൾ കാണിച്ചു വയ്ക്കുകയാണ്. ഇങ്ങനെ പാടണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഈ സെറ്റപ്പ്, ആ സെറ്റപ്പ്. നോ. ഏത് സമയത്തും നിനക്ക് ദൈവത്തെ ആരാധിക്കാം. ഏത് നേരത്തും ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിന്നോട് ദൈവാത്മാവ് നിനക്ക് വിശ്വാസം കുറയുന്നതെന്ന് കാണുമ്പോൾ നിനക്ക് ഉപവസിക്കാം. ആരുടെയും പ്രേരണയിലൊന്നും ചെയ്യരുത്. കർത്താവിന് റിച്വൽസ് ഇല്ല. വ്യക്തമായി പറയുന്നു അവരെ സൂക്ഷിച്ചു കൊള്ളാനായിട്ട്. അവർ പുറമേ നിന്ന് പലതും കാണിക്കും, പക്ഷെ അവരുടെ അകമം ക്ലാവ് പിടിച്ചിരിക്കുകയാണ്. ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ്. ഒരാത്മാവിൽ ജനിച്ചവൻ ആത്മഭാരമുള്ളവനായിരിക്കും. ആത്മാവില്ലാത്തത് ദൈവത്തിനുള്ളതല്ല. നമുക്കിത് സന്തോഷിക്കാനായിട്ട് മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നിങ്ങളത് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. എന്താണ്? അബ്രഹാമിൻ്റെ ഒന്ന് പറഞ്ഞാണ് തുടങ്ങുന്ന ഈ അധ്യായം തന്നെ. പുതിയ നിയമം തുടങ്ങുന്നത് തന്നെ പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ്, ഫുൾഫില്ലിംഗ് ആണ്. ഇന്ന് നമ്മളോട് പറയണം, നിൻ്റെ വാഗ്ദത്തത്തിൻ്റെ നിറവേറ്റമാണ് ദൈവവൈതലി. ആമേൻ. ദാവീദിൻ്റെ, അബ്രഹാമിൻ്റെ പുത്രനായ ജീനിയോളജിയിൽ ദാവീദ് വരുന്നു. ദാവീദിൻ്റെ ജീനിയോളജിയിൽ യേശു കർത്താവിൻ്റെ വംശാവലി എന്നാണ്. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു എന്നാണ്. ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. യാക്കോബ് യഹൂദായെയും അവൻ്റെ സഹോദരനെയും ജനിപ്പിച്ചു. അങ്ങനെ താഴേക്ക് വന്ന് പിന്നീട് നമ്മൾ വായിക്കുകയാണ്, ഹല്ലേലൂയ, യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചുവെന്ന്. അപ്പോൾ സ്ത്രീയുടെ പ്രാഗൽഭ്യം പുതിയ നിയമത്തിൽ കോട്ട് ചെയ്യാൻ ദൈവം മറന്നിട്ടില്ല. അവളിൽ നിന്ന് ക്രിസ്തു എന്ന പേരുള്ള യേശു ജനിച്ചു എന്നാണ്, അല്ല ജോസഫിൽ നിന്നെന്നല്ല എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 9 വേഴ്സ് 6-8. ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേല്യർ എന്നും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. നല്ലതായിട്ട് കേൾക്കണം. നമ്മൾ ഈ ഭൂമിയിൽ ജഡത്തിൽ ജനിച്ചതുകൊണ്ട് മക്കളാകണമെന്നില്ല. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേയുള്ളൂ. അതിൻ്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കൾ അല്ല, ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളത്രേ സന്തതി എന്നെണ്ണുന്നത്. പലരും ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ഞങ്ങളും ദൈവത്തെ അല്ലേ വിളിക്കുന്നത്, ഞങ്ങളും യേശുവിനെ അല്ലേ വിളിക്കുന്നത്. അമ്പലത്തിലിരിക്കുന്ന പൂജാരിയും യേശുവിനെ വിളിക്കുന്നുണ്ട്. അവനോട് പ്രത്യേകമായി ചോദിച്ചാൽ അവനും പറയും, അദ്ദേഹവും പറയും, എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്, ഞാനും പ്രാർത്ഥിക്കാറുണ്ടെന്നൊക്കെ. അതല്ല ഇമ്പോർട്ടൻ്റ്. ഇഷ്ടംപോലെ സ്റ്റോറികൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അബ്രഹാമിൽ തുടങ്ങുന്ന ഈ ഒരു വാഗ്ദത്തം തലമുറയായി നമുക്ക് സന്തോഷിക്കാനുള്ള കാരണമാണ്. യേശു കർത്താവിലൂടെ നിറവേറ്റി വിശ്വാസിയായ നമ്മൾ ഓരോരുത്തരിലൂടെയും അത് കണ്ടിന്യൂ ചെയ്ത് ജനറേഷനായി പോയി എൻഡ് ചെയ്യുന്നത് സ്വർഗത്തിലാണ്. ഓ ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു യാത്ര സ്വർഗത്തിലാണ് ഫിനിഷ് ചെയ്യുന്നത്. നമ്മൾ കാണുന്നതിനെ കണ്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുക. ജഡപ്രകാരം ആത്മാവിലൊന്ന് ഉണരുക എല്ലാവരും. നിങ്ങളുടെ ചെറിയ തുടക്കമാണെങ്കിലും വലിയ ബെനിഫിറ്റ് ആയിരിക്കും. നെവർ ഗീവ് അപ്പ്. വാഗ്ദത്തം നൽകിയത് 12-ാം അധ്യായത്തിലാണ്. അമേ. പിന്നെ 15-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നുണ്ട് അബ്രഹാമിനോട് തലമുറയെക്കുറിച്ച് പറയുന്നത്. എന്നാൽ നിറവേറുന്നത് 21-ാം അധ്യായത്തിലാണ്. അപ്പോൾ 12-ാം അധ്യായത്തിലും 15-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും 20-ാം അധ്യായം വരുമ്പോഴും അബ്രഹാമിന് ഇതുവരെ സന്തതി ഉണ്ടായിട്ടില്ല. 75-ാമത്തെ വയസ്സിലാണ് പ്രോമിസ് കിട്ടുന്നത്. പക്ഷേ ആ കുഞ്ഞുണ്ടാകുമ്പോൾ അബ്രഹാമിന് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 21-ന്റെ 5-ാം വാക്യം, ഉൽപ്പത്തി, ജെനസിസ് ചാപ്റ്റർ 21 വേഴ്സ് 5, തൻ്റെ മകനായ ഇസഹാക്ക് ജനിച്ചപ്പോൾ അബ്രഹാമിന് 100 വയസ്സായിരുന്നു. ദൈവത്തിന് തെറ്റുപറ്റിയിട്ടില്ല. 25 വയസ്സാണ് അബ്രഹാം കാത്തിരുന്നത്. നമ്മൾ എത്ര വർഷമായി കാത്തിരിക്കുന്നു? കാത്തിരിക്കുമ്പോൾ വിശ്വാസവും നമ്മുടെ പേഷ്യൻസ് നമ്മൾ അവനോട് അനുരൂപമാകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വെയിറ്റിംഗ്, പേഷ്യൻസ് ആവശ്യമാണ്. അപ്പോൾ കാത്തിരിപ്പും വിശ്വാസവും കൂടെ ഒരുമിച്ച് വന്നാൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ.
ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണോ വിതയ്ക്കുന്നത് അതോ ജഡത്തിലാണോ വിതയ്ക്കുന്നത്? എല്ലാവരും കണ്ണടച്ചൊന്ന് ചിന്തിച്ചേ. ഞാൻ ആത്മാവിലാണോ ഇപ്പോൾ വിതച്ചുകൊണ്ടിരിക്കുന്നത്, ജഡത്തിലാണോ? എന്താണോ വിതച്ചത് അത് വളർന്നു വരും. അത് നമ്മളെ മൂടും. അത് നമ്മളെ എൻഡിലെത്തിക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ. നമ്മളിലൂടെയാണ് ദൈവം അടുത്തൊരു തലമുറ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതെന്ന് മറക്കരുത്. പറയുമ്പോൾ നമ്മളൊന്നുമില്ല, പ്രാഗൽഭ്യമില്ല, എന്ത് യോഗ്യതയെന്ന് ചോദിക്കും, ഹൂ ആർ യു എന്ന് ചോദിക്കും, കളിയാക്കും, പിന്നെ നീ വലിയ ദൈവം, നീ വലിയ പാച്ചർ എന്നൊക്കെ പറയും. ഹല്ലേലൂയ. പക്ഷെ നിന്നിലൂടെയാണ് അടുത്തതിനെ ദൈവം, പോഷത്വമായതിനെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. ആരാണോ കാത്തിരിക്കുന്നത്, ആരാണോ അവൈലബിൾ, ആരാണോ ക്ലിങ് ചെയ്ത് സകലവും വിറ്റിട്ട് എനിക്ക് ഇതാണ് ശ്രേഷ്ഠമെന്ന്, എൻ്റെ തോട്ടം നല്ലതായിട്ട് പണിയണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അതോ ചീരത്തോട്ടമാക്കി വയ്ക്കുകയാണോ നമ്മൾ? ഹല്ലേലൂയ. എല്ലാവർക്കും ഇഷ്ടമാണ് ചീരത്തോട്ടം. പക്ഷേ ദൈവമക്കളെ, നീ വില കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെയോടുണ്ടാവുന്നത്. മറ്റുള്ളവരെ നോക്കി നീ വിഷമിക്കേണ്ട. നീ കൊടുത്തതിനാണ് നിനക്ക് റിസൾട്ട് കിട്ടുന്നത്. പല സമയത്തും മിണ്ടാതിരിക്കേണ്ടി വരും, കരയേണ്ടി വരും, റിജക്റ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ പദ്ധതി. നമ്മൾ അതിലേക്ക് പോകുമ്പോൾ 17 വർഷത്തെ ജേർണിയാണ്. വേറെ ഒരു കാര്യത്തിലും ഞാൻ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടില്ല. എല്ലാവരെയും വിട്ടു. ഐ ഡോണ്ട് വാണ്ട് എനി വൺ. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞതിനെ പൂർത്തിയാക്കണം. കാരണം നമ്മൾ എല്ലാവരുടെയും പുറകെ പോയി ഒരു റിജക്ഷൻ അല്ലാതെ ഒന്നുമില്ല. ജസ്റ്റ് ലീവ് എവ്രി വൺ. എവിടെയാണോ ദൈവം അയക്കുന്നത് അവിടേക്ക് പോകാം. ലാസ്റ്റിൽ 17ാമത്തെ വർഷമാണ് അങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് താമസമുണ്ട്. ബട്ട് എസ് ആൻഡ് ആമീൻ എന്നാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. ഒരിക്കലും അത് നഷ്ടമായി പോകത്തില്ല. അത് കാത്തിരിക്കണം. ദൈവം എന്താണോ പറഞ്ഞത് ദൈവം അതിനെ കംപ്ലീറ്റ് ചെയ്യും. യു ആർ നോട്ട് എ റിസൾട്ട് ഓഫ് ചാൻസ്, യു ആർ എ പാർട്ട് ഓഫ് എ പ്രോമിസ്. ഇന്ന് ദൈവം നമ്മളോട് പറയുന്നത്, നീ ഒരു യാദൃശ്ചികമല്ല, നീ ഒരു വാഗ്ദത്തത്തിൻ്റെ ഭാഗമാണ്. ഹല്ലേലൂയ. അബ്രഹാമിലുള്ള വാഗ്ദത്തം തലമുറകളിലൂടെ തുടർന്ന് ഓർത്തു നോക്കിക്കേ. അവിടെ തൊട്ടത് ഇന്ന് നമ്മളിൽ വന്ന് നിൽക്കുകയാണ്. ഇനി നമ്മളിലൂടെ മുന്നോട്ട് പോകണം. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമാണ്. മൈന്യൂട്ട് മിനിറ്റുകൾ പോലെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ. കാരണം അത്രമാത്രം ഫോഷത്വമായിക്കൊണ്ടിരിക്കുകയാണ് സ്വതവും പോലെ. നമ്മളുടെ വേലകളെ തികയ്ക്കുക. സ്വർഗത്തിൽ നമുക്ക് കിരീടം പ്രതിഫലം വാങ്ങണം. പ്രതികൂലം ഭയങ്കരമായിരിക്കും. പക്ഷെ നീ എത്രമാത്രം വില കൊടുക്കുന്നു ആത്മാവിന്, അത്രമാത്രം നീ കൊയ്തുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരെ ഒന്നും നോക്കണ്ട. നീയും നിന്റെ ഗാർഡൻ, ഉത്തമഗീതം 5 പറയുന്നില്ല, അവൻ നിന്നിൽ ആനന്ദിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ തോട്ടം എങ്ങനെയുള്ളതാണ്? നിന്റെ തോട്ടത്തിലുള്ള കളകളൊക്കെ നീ പറിച്ചു കളയുന്നുണ്ടോ? സമയാസമയങ്ങളിൽ വെള്ളം ഒഴിക്കുന്നുണ്ടോ? അതിന് വേണ്ടുന്ന ഫെർട്ടിലൈസർ കൊടുക്കുന്നുണ്ടോ? അതിന് വെയിൽ കിട്ടുന്നുണ്ടോ? അതോ ചുമ്മാ നമ്മളിങ്ങനെ കേട്ടിട്ടങ്ങ് പോവുകയാണോ? അയവിറക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം, അതിനെ ഓർക്കണം, മറ്റുള്ളവരോട് പറയണം, അതിനാവശ്യമുള്ള എന്താണെന്ന് ഇറങ്ങിച്ചെന്നൊന്ന് നോക്കണം, അവനെ ഒന്ന് പ്രേമിക്കണം. ഹല്ലേലൂയ. ഉഷാബ ഹത്തുനി കേനിമന സിഖുറിയന്തവേ. താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങളിന്ന് ദർശനമുള്ളവരാകട്ടെ. ഹാഗറിനെ പോലെ സിമ്പതറ്റിക്കിലേക്ക് പോകാതെ അവളെ ദൈവം കരുതും. ബട്ട് പ്രോമിസ് ലാൻഡിലേക്ക് കടക്കത്തില്ല. നമ്മൾക്ക് ഓരോരുത്തർക്കും ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. നെവർ ഗിവ് അപ്പ്. ഇന്ന് നമ്മളോടുള്ള വാഗ്ദത്തം ദൈവം നിറവേറ്റുകയാണ്. അബ്രഹാമിനോട് പറഞ്ഞ നിനക്കൊരു സന്തതി ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിൽ അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ കാത്തിരുന്നുവെന്നാണ്. നിർജീവമായ സാറയുടെ ഗർഭത്തെ നോക്കിക്കൊണ്ട് അബ്രഹാമും സാറയും ചിരിക്കുകയാണ്. ആ മകനും ചിരി, ഇസഹാക്ക്. ചിരിയിൽ നിന്നും വാഗ്ദത്തത്തിലേക്ക്. പലരും നമ്മളെ നോക്കി കോമാളി എന്ന് പറഞ്ഞു കാണും, നമ്മളെ യൂസ്ലെസ് എന്ന് പറഞ്ഞു കാണും, നിനക്ക് എന്ത് യോഗ്യത എന്ന് പറഞ്ഞു കാണും, പിന്നെ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് വിചാരിച്ചാണ്. പക്ഷേ നിന്നെ വളർത്തിയത്, നിന്റെ കൂടിയിരുന്ന ആ കരം, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി നിന്നോട് കൂടി നീ അറിഞ്ഞത്, നീ അനുഭവിച്ചത്, അതാണ് നിന്റെ സാക്ഷ്യം. ഹല്ലേലൂയ. നീ ഉത്തമമായത് പ്രസ്താവിക്കുക. You speak good words rather than worthless ones. You will be my spokesman. You must influence them. Do not let them influence you. They will fight against you like an attacking army, but I will make you as secure as a fortified wall of bronze. Hallelujah. They will not conquer you, for I am with you to protect and rescue you. I, the Lord, have spoken. Hallelujah. ഇരമ്യാവ് 15-ാം അധ്യായത്തിൻ്റെ 19 മുതൽ വാക്യങ്ങളിൽ പറയുകയാണ്, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും എന്ന് പറഞ്ഞാൽ,
വിശ്വാസത്തിലും കാത്തിരിപ്പിലും നീ മടുത്തു പോകാതെ ഇരിക്കുന്നുവെങ്കിൽ, നീ പിറുപിറുക്കാതെ ഇരിക്കുന്നുവെങ്കിൽ, അല്പത്തിൽ നീ വിശ്വസ്തയായാൽ അല്പത്തിൽ നീ ലഭിച്ചില്ലെങ്കിലും നീ കാത്തിരിക്കണം. നീ അധമമായതൊഴിച്ച് ഉത്തമമായത് പ്രസ്താവിക്കണം. നിന്റെ നാവിൽ ലോകപ്രകാരമുള്ള കഥനകളും ഇമോഷണലും ഒന്നും പോകാതെ നീ എൻ്റെ വായ് പോലെയാകും. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരിയത്തില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അവസാനം വരെയും അവർ നിന്നെ ഇറിറ്റേറ്റ് ചെയ്യും, ടു കം ബാക്ക്, ഗിവ് അപ്പ് ചെയ്യാനായിട്ട്. ഞാൻ നിന്നെ ഈ ജനത്തിൽ ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കത്തില്ല. നിന്നെ രക്ഷിപ്പാനും വിടിവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും, നിഷ്കണ്ഠന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, ഞങ്ങളുടെ വാഗ്ദത്തത്തിനായി സ്തോത്രം ചെയ്യുന്നു. അത് അവസാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദാനിയേൽ 9-ാം അധ്യായത്തിൽ ഞങ്ങൾ കാണുന്നു 70 വർഷത്തെ പൂർത്തീകരണം. ആ പ്രവാസം കഴിയും അവസാന നിമിഷത്തിലും ആ ദാനിയേൽ ഇടവിലിരുന്ന് പ്രാർത്ഥിക്കുന്നു ജനത്തിന് വേണ്ടി. തീരുന്നില്ല. അവസാനത്തിൽ പ്രാർത്ഥന കൂടുതലാണ് ആവശ്യം. വീണ്ടും വീണ്ടും കർത്താവിനോട് ചേർന്നിരിക്കണം, കാരണം ദൗത്യം വലുതാണ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനായി സ്തോത്രം, ഞങ്ങളെ കരുതുന്നതിനായി സ്തോത്രം, ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നതിനായി സ്തോത്രം, നിന്റെ വാഗ്ദത്തം ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം. ഞങ്ങൾക്കെതിരായി വരുന്ന യാതൊരായുധവും ഫലിക്കുകയില്ല. നീ ഞങ്ങളെ ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെച്ചതിനായി സ്തോത്രം. ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നവർ ഒരിക്കലും ജയിക്കുകയില്ല. നീ ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഹബറാസിക്കുറിയ, I will certainly keep you safe from these wicked men. I will rescue from their cruel hands. എത്ര ക്രൂരമായത്. അവൻ ഒരു വഴിയായി വരുമ്പോൾ 7 വഴിയായി ചിതറിപ്പോകുന്ന ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മേലുള്ളതിനായി സ്തോത്രം. We take victory in the name of Jesus Christ. ഞങ്ങൾ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഞങ്ങൾ കാത്തിരിക്കും, കർത്താവിന് വേണ്ടി കാത്തിരിക്കും. ഞങ്ങൾ അവനോട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. നിന്നെ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, നിന്റെ ജനത്തിനായി സ്തോത്രം. I bless everyone in the name of Jesus Christ. They will nourish and flourish in the name of Jesus Christ, and all your promises are yes and amen. Thank you Lord for Abraham and Isaac. Hallelujah. ഞങ്ങളും ആ ജീനിയോളജിയിലേക്ക് വന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വാഗ്ദത്തത്തിൽ വിളിച്ചു വർജിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. We take victory in the name of Jesus Christ. God bless you ദൈവമക്കളെ. നെവർ ഗീവ് അപ്പ്. ദൈവം നമ്മളോട് പറഞ്ഞതിനെ കാത്തിരിക്കുക. വിശ്വാസവും കാത്തിരിപ്പുമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ബേസ് ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആശ്രയം, നമ്മുടെ പ്രാർത്ഥന. അതെത്ര വർഷമൊന്നുമല്ല, എത്ര നാളെന്നല്ല, 17ാമത്തെ വർഷമാണിത്. കാത്തിരിക്കുക. ഇപ്പോഴും തീർന്നിട്ടില്ല. നമ്മുടെ വാഗ്ദത്തം ദൈവം തന്ന ദർശനത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇതെല്ലാം എക്സ്പീരിയൻസും ട്രെയിനിങ്ങാണ്. എല്ലാ ടൈപ്പ് ട്രെയിനിങ്ങും നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കും അവസാനം വരെ. പക്ഷേ നമ്മുടെ പ്രാർത്ഥന മടുത്തു പോകരുത്. ഡോണ്ട് സ്റ്റോപ്പ് പ്രേയിങ്, ബിക്കോസ് നേഷൻസ് ഭയങ്കര പ്രതികൂലത്തിലൂടെ പോവുകയാണ്. ഹല്ലേലൂയ. നമുക്ക് ഇപ്പോൾ പറ്റുന്ന അവസരങ്ങളിൽ നമ്മളോട് കർത്താവ് പറഞ്ഞത് മാത്രം ചെയ്യുക. അവൻ പറയാത്തതൊന്നും ചെയ്യണ്ട. ഗാഡ് ബ്ലെസ് യു. ടേക്ക് കെയർ. നെവർ ഗിവ് അപ്പ്. നമ്മുടെ ഫോൺ നമ്പർ 009715570793031. കമ്മ്യൂണിറ്റി വാട്സപ്പിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പറാണ്, മറ്റു വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഗോഡ് ബ്ലെസ് യു.